എനിക്ക് ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടന് വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കായിരുന്നു കുത്തുന്നുണ്ടെങ്കിൽ എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും. സോ ഈ വീഡിയോ എന്താണെന്ന് പലർക്കും മനസ്സിലായി കാണത്തില്ല. അങ്ങനെ മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടിയിട്ട് അത് ലൈവ് ഇട്ട് നാട്ടുകാരെ അറിയിക്കുന്നതാണ് കണ്ടത്. ഇതിലിപ്പോൾ എന്താണ് വലിയ കാര്യമെന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. ഇതിലാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂടിയിരിക്കുന്ന കാമുകൻ എന്ന് പറയുന്ന ഈ ഒരു പെണ്ണ് സ്നേഹിച്ചേക്കുന്നത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെയാണ്. ആ ഭർത്താവ് ആണ് ആയിരിക്കുന്നത്, അതായത് അളിയനായിട്ട് വരും, ചേച്ചിയുടെ ഭർത്താവ്. ആ അളിയനുമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒളിച്ചോടി വന്നിരിക്കുവാണ്. എന്നിട്ട് ലൈവ് ഇടുവാണ്. ആ ഒരു ചേച്ചിക്കും ആ ഒരു കൊച്ചുങ്ങളും, അതായത് ആ ഒരു കൂടെ ഇരിക്കുന്ന അവൻ ആദ്യമേ ചേച്ചിയെ കല്യാണം കഴിച്ച അതിൽ 2 കുട്ടികളുമുണ്ട്. അവരെടുത്ത് പറയാൻ വേണ്ടി ഈ ഒരു ചേട്ടനും ഈ ചേച്ചിയും കൂടെ ലൈവ് ഇടുവാണ്. ലൈവ് ഇട്ടിട്ട് പറയുവാണ്, ഞങ്ങളെ അന്വേഷിച്ച് വരരുത്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, എൻ്റെ കല്യാണം നിങ്ങളെല്ലാം കൂടെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്, എനിക്ക് പണ്ട് തൊട്ടേ ചേട്ടന് ഇഷ്ടമാണ്, ചേട്ടൻ എന്നെ. അതേ കണക്ക് എന്നെ തിരിച്ചും ചേട്ടനെ പറയുകയാണ്, എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ തേടി എൻ്റെ മക്കളോ എൻ്റെ ആദ്യ ഭാര്യയോ ഒന്നും വരരുത് പ്ലീസ് എന്ന് പറയുകയാണ്. അതും കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്നാ ഒരു ഫീലിങ്, ഇത്രയും പ്യുവറായിട്ടുള്ള പ്രേമമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം ലൈവിൽ ഇരുന്ന്, അതും ഭയങ്കര സ്നേഹപ്രകടനമാണ്. നിങ്ങൾക്ക് ലൈവ് വീഡിയോ ഫുള്ള് കാണണമെങ്കിൽ അതും കിടപ്പുണ്ട് യൂട്യൂബിലേക്ക്, അത് സെർച്ച് ചെയ്താൽ കാണാം. ഉമ്മ വെക്കുന്നു, അതുപോലെ തന്നെ വീട്ടിലേക്ക് കാര്യം വിളിച്ചു പറയാനൊന്നും പറ്റാത്തതുകൊണ്ട് ലൈവ് ഇട്ട് നാട്ടുകാരെടുത്തും, ഇനി ചേച്ചി ഇനി ഭർത്താവിനെ നോക്കുമ്പോൾ എവിടെ പോയെന്നൊന്നും അറിയാൻ പറ്റില്ല, അതുപോലെ നാട്ടുകാരെടുത്തൊക്കെ ഇനി പ്രത്യേകിച്ച് വിളിച്ചു പറയണ്ടല്ലോ, ലൈവ് ഇടുമ്പോഴത്തേനും എല്ലാവരും അറിയുമല്ലോ. അതുകൊണ്ട് ലൈവിലിരുന്ന് ഈ നാട്ടുകാരോടും വീട്ടുകാരോടും ഇവരിപ്പം കല്യാണം കഴിക്കാൻ വന്ന അളിയൻ്റെ, അതായത് സ്വന്തം ചേച്ചിയെടുത്തും മക്കളെടുത്തൊക്കെ പറയാം, മക്കളുടെ അച്ഛനെയൊക്കെ ഞാനിങ്ങ് കല്യാണം കഴിക്കുവാണ്, ഞങ്ങളെ തേടിയൊന്നും വരല്ലേ, ഞങ്ങൾ ജീവിച്ച് പൊയ്ക്കോട്ടെ എന്നാണ് ഈ ചേച്ചി പറയുന്നത്. അത് ചേട്ടൻ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ഫോൺ വാങ്ങിച്ച് വീഡിയോയിൽ പറയുന്നുണ്ട്, ഞങ്ങളെ വെറുതെ വിടണം, ഞങ്ങളെ തിരക്കി വരരുത്, ഞങ്ങൾ ജീവിച്ചോട്ടെ, ഞങ്ങൾ സ്നേഹത്തോടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ലൈവിലിരുന്ന്. ഇത്ര പ്യുവറായിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല, വേറെ എവിടെയും കാണാൻ പറ്റില്ല. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത് ലൈവൊക്കെ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും, നിങ്ങൾ പോയൊന്ന് കണ്ടു നോക്കണം. ഇത്ര ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയം, ആരെ വഞ്ചിച്ചതൊന്നും തന്നെയല്ല, പ്യുവറായിട്ടുള്ള പ്രേമം. അത് നാട്ടുകാരെ അത് ലൈവ് ഇട്ട് അറിയിക്കുവാണ്. ഇതൊക്കെ കാണുമ്പോൾ ഉള്ള ദേഷ്യം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, ആ കുട്ടിയൊക്കെ ഇനി ആ ഒരു കുട്ടികളൊക്കെ ഇനി സമൂഹത്തിൽ എങ്ങനെ ജീവിക്കും, ഈ ഒരു തന്ത കാരണം അവർക്കുണ്ടാകാൻ പോകുന്ന മാനക്കേടൊക്കെ എന്താണെന്ന് ഇങ്ങനെ അറിയുന്നുണ്ടോ? ലൈവൊക്കെ ഇട്ടങ്ങ് കാണിക്കുവാണ്. ഇനി അവരെങ്ങനെ സമൂഹത്തിൽ ജീവിക്കുമെന്ന് പോലും ഇവന് ചിന്തിക്കുകയൊന്നും തന്നെയില്ല. അവർ ഭാര്യ മക്കൾ ഇനി എങ്ങനെ ജീവിക്കുന്നു അതിനെപ്പറ്റിയൊന്നും അറിയാണ്ട് ലൈവ് ഇട്ട് അവർ ഒളിച്ചോടിയ കാര്യവും ഭയങ്കരമായിട്ട് സ്നേഹബന്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. സ്വന്തം സഹോദരിയെ പറ്റിച്ചവൾ വരെ ഇതിലിരുന്ന് ഭയങ്കരമായിട്ട് കഴിഞ്ഞ് മെഴുകുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെയൊക്കെ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.